ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. നമുക്ക് കെംറ്റ്യൂട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പോകാം. കൂട്ടുകാരെ, ഇനി നമ്മൾ പറയുന്ന ടോപ്പിക് എന്താണ്? അനോർമലസ് പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. നോക്കൂ, സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്. അതാരാണ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്? ലിഥിയം, ബെറിലിയം, ബോറോൺ, ഇവിടെ ഡി ബ്ലോക്ക് ഉണ്ടായിട്ടാണ് ഞാൻ കുറച്ച് സ്പേസ് ഇട്ട, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നോബിൾ ഗ്യാസിനെ വിട്ടേക്കും. സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആ ഗ്രൂപ്പിലെ മറ്റുള്ള എലമെന്റ്സിൽ നിന്ന് ചില പ്രോപ്പർട്ടീസിൽ വ്യത്യാസം കാണിക്കും. ഇപ്പൊ നിങ്ങൾ ലിഥിയം നോക്കിയാലോ, ആ ഗ്രൂപ്പിലെ മറ്റു എലമെന്റ്സ് ഏതൊക്കെയാ? സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അല്ലെ, ബെറിലിയം നോക്കിയാൽ ബാക്കി എലമെന്റ്സ് ആരൊക്കെയാ? മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അല്ലെ, ബോറോൺ നോക്കിയാൽ മറ്റു എലമെന്റ്സ് ആരൊക്കെയാ? അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അല്ലെ, കാർബണിന്റെ മറ്റു ഗ്രൂപ്പ് എലമെന്റ്സ് ആരൊക്കെയാ? സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. അല്ലെ, നൈട്രജന്റെയോ? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഓക്സിജന്റെയോ? സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഫ്ലൂറിന്റെയോ? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. അല്ലെ, അപ്പൊ ഈ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്, ഞാനിപ്പോ പറഞ്ഞ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് നോക്കൂ. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അവ ആ ഗ്രൂപ്പിലെ മറ്റ് എലമെന്റ്സിൽ നിന്നും ചില ക്യാരക്ടേഴ്സിൽ വ്യത്യാസങ്ങൾ കാണിക്കും. അപ്പൊ ലിഥിയം ഈ ഗ്രൂപ്പിലെ മറ്റ് എലമെന്റ്സിൽ നിന്നും, ബെറിലിയം രണ്ടാം ഗ്രൂപ്പിലെ മറ്റ് എലമെന്റ്സിൽ നിന്നും, ബോറോൺ 13ാം ഗ്രൂപ്പിലെ ഈ എലമെന്റ്സിൽ നിന്നും, കാർബൺ 14ലെ മറ്റ് എലമെന്റ്സിൽ നിന്നും, നൈട്രജൻ 15ലെയും, ഓക്സിജൻ 16ലെയും, ഫ്ലൂറിൻ 17ലെയും മറ്റ് എലമെന്റ്സിൽ നിന്നും ചില ക്യാരക്ടേഴ്സിൽ വ്യത്യാസങ്ങൾ കാണിക്കും. നോർമലായി നമ്മൾ പറഞ്ഞിരിക്കുന്നത് പീരിയോഡിക് ടേബിളിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്നവയ്ക്കെല്ലാം ഒരേ സ്വഭാവം എന്നാണ്. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ഒരേ ഗ്രൂപ്പിൽ വരുന്നവയാണ്. ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇങ്ങനെ ഒരേ ഗ്രൂപ്പിൽ വരുന്നവയ്ക്കെല്ലാം ഒരേ സ്വഭാവം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്താ പറഞ്ഞത്? അതിൽ തന്നെ സെക്കൻഡ് പീരീഡിൽ കിടക്കുന്നവർ ചില ക്യാരക്ടേഴ്സിൽ വ്യത്യാസങ്ങൾ കാണിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അനോർമലസ് പ്രോപ്പർട്ടീസ്. വാട്ട് ഈസ് അനോർമലസ് പ്രോപ്പർട്ടീസ്? സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ഡിഫേഴ്സ് ഫ്രം റെസ്റ്റ് ഓഫ് ദി എലമെന്റ്സ് ഇൻ ദി റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്. അതാത് ഗ്രൂപ്പിലെ മറ്റ് എലമെന്റ്സിൽ നിന്നും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ചില പ്രോപ്പർട്ടീസിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിന് ഞാൻ റെഫർ ചെയ്യുന്ന പേരാണ് അനോർമലസ് പ്രോപ്പർട്ടി. എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ഗ്രൂപ്പിൽ ഏറ്റവും സൈസ് കുറഞ്ഞത് ആർക്കാ? ഫസ്റ്റ് എലമെന്റിന്. അപ്പൊ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് എന്തായിരിക്കും? സ്മാൾ സൈസ് ആയിരിക്കും. നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചെറിയ സൈസ് ആണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അല്ലെ, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ക്ലിയർ? നോക്കി, ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആളാണല്ലോ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്. ഞാൻ പറഞ്ഞു, ഹൈഡ്രജൻ, ഹീലിയം മാറ്റി നിർത്തും. അപ്പോ ഈ ഗ്രൂപ്പിലെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ലിഥിയം, ഇവിടെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ബെറിലിയം. അങ്ങനെ ഓരോ ഗ്രൂപ്പിലെയും ഏറ്റവും ടോപ്പിൽ കിടക്കുന്നയാളാ സെക്കൻഡ് പീരീഡ് എലമെന്റ്. അവരെ സംബന്ധിച്ച് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും സൈസ് കൂടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഏറ്റവും സൈസ് കുറവ് സെക്കൻഡ് പീരീഡ് എലമെന്റ് ആണ്, സ്മാൾ സൈസ്. ആ ഗ്രൂപ്പിൽ ഏറ്റവും സൈസ് കുറവായ ആൾക്കാണ് ഏറ്റവും അയോണൈസേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അയാൾക്കാണ്. അപ്പോ ഡ്യൂ ടു സ്മാൾ സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. തീർന്നില്ലേ? ഇനി ഇവരുടെ പോളറൈസിംഗ് പവർ വളരെ കൂടുതലായിരിക്കും സാധാരണഗതിയിൽ. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടി, നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. നമുക്ക് അതൊന്നും ശ്രദ്ധിക്കാം. നോക്കൂ, ലിഥിയത്തിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾ എടുത്താലേ, ലിഥിയം അറ്റോമിക നമ്പർ 3, കോൺഫിഗറേഷൻ 1s2 2s2, മിസ്റ്റേക്ക് 1s2 2s1. then sodium 11, configuration 1s2 2s2 2p6 3s1. എന്താ ഈ രണ്ട് കോൺഫിഗറേഷനുള്ള വ്യത്യാസം? ഇവിടെ 1 2 എന്നിങ്ങനെ രണ്ട് മെയിൻ ഷെല്ലുകളെ ഓപ്പൺ ആയിട്ടുള്ളൂ. 2 എന്ന മെയിൻ ഷെൽ ഇനി അവൈലബിൾ ആകുന്ന ഒരേ ഒരു സബ്ഷെൽ 2p ആണ്. അപ്പൊ അവിടെ ഡി എന്ന സബ്ഷെൽ അല്ലെങ്കിൽ ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല. ഡി സബ്ഷെൽ അവൈലബിൾ ആണെങ്കിൽ പിന്നെ ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല. പക്ഷെ സോഡിയത്തെ സംബന്ധിച്ച് 1 മെയിൻ ഷെല്ലുണ്ട്, 2 മെയിൻ ഷെല്ലുണ്ട്, 3 എന്ന മെയിൻ ഷെല്ലും ഓപ്പൺ ആയിട്ടുണ്ട്. 3 എന്ന മെയിൻ ഷെല്ലിൽ വരുന്ന സബ്ഷെല്ലുകൾ ഏതൊക്കെയാ? 3s, 3p, 3d. അല്ലെ, അപ്പൊ 3d എന്ന് പറയുന്ന സബ്ഷെൽ അവിടെ അവൈലബിൾ ആണ്. അപ്പൊ 3d എന്ന് പറയുന്ന ഓർബിറ്റലും അവൈലബിൾ ആണ്. എന്താ ഡി ഓർബിറ്റലിന്റെ പ്രത്യേകത? ഡി സബ്ഷെല്ലിൽ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. അവിടെ 10 ഇലക്ട്രോൺസിന് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ അത്രയും ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുന്ന കെമിക്കൽ റിയാക്ഷൻസ് അവർക്ക് നടത്താൻ സാധിക്കുന്നുള്ളത്. ദെൻ
പൊട്ടാസ്യം നിങ്ങൾ നോക്കിയാലോ, ആറ്റം നമ്പർ 19. 1s2 2s2 2p6 3s2 3p6 4s1 അല്ലെ. അപ്പൊ അവിടെ 3ഉം 4ഉം ഓപ്പൺ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ 12 18 19 ശരി. അപ്പൊ അടുത്ത എലമെന്റിലേക്ക് പോകുമ്പോ വീണ്ടും ഇനി എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ നമുക്ക് മറ്റൊരു ഗ്രൂപ്പ് നോക്കാം. നോക്കിക്കേ, ബോറോൺ സെക്കൻഡ് പീരീഡ് എലമെന്റ് ആ ബോറോൺ. കോൺഫിഗർ അറ്റം നമ്പർ 5 1s2 2s2 2p1. 2 എന്ന മെൻഷനിലെ ഉള്ളേ. അലുമിനിയം എത്തുമ്പോഴോ 13 അല്ലേ. 1s2 2s2 2p6 3s2 3p1. അപ്പൊ 3Dയും കൂടെ അവിടെ അവൈലബിൾ ആണ്. ദെൻ ഗാലിയം 31 എത്തുമ്പോഴോ 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p1 അല്ലെ. 3d10 4p1. അപ്പൊ അവിടെ ഡി ഇറ്റ്സെൽഫ് പ്രസന്റ് ആണ്. ഇനി 4d കൂടി അവൈലബിൾ ആണ്, കാരണം 4 എന്ന മെയിൻഷെൽ കൂടി ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പോ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് പീരീഡ് എലമെന്റിൽ 2 മെയിൻഷെല്ലുകളെ ഓപ്പൺ ആവുന്നുള്ളൂ. രണ്ടാമത്തെ മെയിൻഷെൽ, അതുകൊണ്ടാണല്ലോ സെക്കൻഡ് പീരീഡ് എലമെന്റ് 2 മെയിൻഷെല്ലുകൾ ഓപ്പൺ ആവുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു പീരീഡ് കണ്ടെത്താനുള്ള മാർഗം നമ്പർ ഓഫ് ലാർജസ്റ്റ് മെയിൻഷെൽ ആണ്. അപ്പൊ സെക്കൻഡ് പീരീഡ് എലമെന്റിൽ അവൈലബിൾ ആയ ഏറ്റവും വലിയ മെയിൻഷെൽ ഏതാ? 2 ആ. സെക്കൻഡ് പീരീഡ് എലമെന്റ്സിൽ അവൈലബിൾ ആയ ഏറ്റവും വലിയ മെയിൻഷെൽ ഏതാ? 2 ആ. അപ്പൊ ഏറ്റവും വലിയ മെയിൻഷെൽ 2 ആവുമ്പോൾ അതിൽ എന്തില്ല? 2d എന്നൊരു സബ്ഷെൽ ഇല്ല. അപ്പൊ 2d എന്നൊരു സബ്ഷെൽ ഇല്ലെങ്കിൽ പിന്നെ ഒരു ഓർബിറ്റലും ഇല്ല. 3 മുതൽ ഡി സബ്ഷെൽ ഓപ്പൺ ആവുന്നത്. അപ്പൊ ഡി ഓർബിറ്റൽ നോൺ അവൈലബിൾ ആണ്. സോ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് മറ്റ് ഗ്രൂപ്പ് എലമെന്റ്സിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കും. ഏതൊക്കെ റീസൺ? ഡ്യൂ ടു സ്മാൾ സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോണെഗറ്റിവിറ്റി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. അത് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് എന്ന് എഴുതരുത്. കാരണം നമ്മൾ പറഞ്ഞു സോഡിയത്തിലും ഡി ഓർബിറ്റൽ പ്രസന്റ് ആയിട്ടൊന്നുമില്ല, പക്ഷെ അവൈലബിൾ ആണ് എന്നേ ഉള്ളൂ അല്ലെ. 3 എന്ന മെയിൻഷെൽ ഓപ്പൺ ആയതുകൊണ്ട്. സോ സെക്കൻഡ് പീരീഡ് എലമെന്റ് ഡിഫേഴ്സ് ഫ്രം റെസ്റ്റ് ഓഫ് ദി എലമെന്റ്സ് ഇൻ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ് ആൻഡ് ഇസ് സഫേർഡ് ആസ് അനോമലസ് പ്രോപ്പർട്ടി. നോർമൽ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കണമായിരുന്നു. ചില ക്യാരക്ടേഴ്സിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്, അതിനെ അനോമലസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. അതിന്റെ റീസൺ സ്മാൾ സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോണെഗറ്റിവിറ്റി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ക്ലിയർ? ശരി, ഇനി നമുക്ക് ഇതിന്റെ 1-2 എക്സാമ്പിൾസ് നോക്കാം. ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആൽക്കലി മെറ്റൽസ്. അവിടെ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഇങ്ങനെ മറ്റുള്ളവരെല്ലാം ഉണ്ടാക്കുന്ന ഹാലൈഡുകൾ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇങ്ങനെ അവരുണ്ടാക്കുന്ന ഹാലൈഡുകൾ അഥവാ ക്ലോറൈഡുകൾ, ഫ്ലൂറൈഡുകൾ ഇങ്ങനെയുള്ളവ ഇവർക്ക് അയോണിക് നേച്ചർ ആയിരിക്കും. പക്ഷേ ലിഥിയം ക്ലോറൈഡിന് അയോണിക് നേച്ചർ അല്ല, അതിന് കുറെ കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. അപ്പൊ നോക്കൂ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, റുബീഡിയം ക്ലോറൈഡ് പോലെ ഇവരുണ്ടാക്കുന്ന ഹാലൈഡുകളെല്ലാം അയോണിക് കോമ്പൗണ്ടുകളായിരിക്കുമ്പോൾ ലിഥിയം ഉണ്ടാക്കുന്ന ഹാലൈഡിന് ആ കോവാലന്റ് ക്യാരക്ടർ ഇരിക്കുന്നു. അപ്പൊ അതൊരു അനോമലസ് പ്രോപ്പർട്ടി അല്ലേ, മറ്റുള്ളവരുടെ വ്യത്യാസമല്ലേ. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ലിഥിയം സ്മാൾ സൈസ്. ലിഥിയത്തിന്റെ ചെറിയ സൈസ് ഈസ് ഡ്യൂ ടു സ്മാൾ സൈസ് ഓഫ് ലിഥിയം. ലിഥിയത്തിന്റെ ചെറിയ സൈസ് മൂലം അങ്ങനെ സംഭവിക്കുന്നത്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കെമിക്കൽ ബോണ്ടിങ് പഠിക്കും, ഫജാൻസ് ഉള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ. ദെൻ നോക്കൂ, കാരണം ചെറിയ സൈസുള്ള കാറ്റോണുകൾ വരുന്ന കോമ്പൗണ്ടുകൾ കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും കൂടുതൽ. സോ അതുപോലെ ബെർലിയത്തിന്റെ പ്രത്യേകത മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരി ഇവരൊക്കെ ഉണ്ടാക്കുന്ന ക്ലോറൈഡുകളിൽ നിന്നും ബെർലിയം ക്ലോറൈഡിന്റെ വ്യത്യാസം, ബെർലിയം ക്ലോറൈഡും കോവാലന്റ് ക്യാരക്ടർ കാണിക്കുക. സോ ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. നിങ്ങളുടെ ബോറോണും അലുമിനിയം എടുത്താൽ അലുമിനിയം AlF6 3- എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാക്കും. പക്ഷെ ബോറോൺ ഈസ് അണേബിൾ ടു ഫോം BF6 3-. എന്താ AlF6 3- വരാൻ കാരണം? ഞാൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിപ്പിച്ചിരുന്നു ഗ്രൂപ്പുകളെ സംബന്ധിച്ച്. 13ാം ഗ്രൂപ്പിന്റെ സ്റ്റേറ്റ് +3 ആണെന്ന് ഞാൻ പറഞ്ഞു, 17ാം ഗ്രൂപ്പിന്റെ -1 ആണെന്ന് പറഞ്ഞു. അപ്പൊ അലുമിനിയത്തിന്റെ സ്റ്റേറ്റ് +3. 6 ഫ്ലൂറിൻ വന്നാൽ ഓരോന്നിനും -1 വെച്ച് -6 അല്ലെ. നമ്മൾ ഓരോ ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പരിചയപ്പെട്ടിരുന്നില്ലേ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇത് അലുമിനിയം 13ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് +3. 6 ഫ്ലൂറിന്റേത് 6 -6 +3 -6 ചേർന്നാൽ -3. അതാ ഓവറോൾ ചാർജ് -3 ആയത്. ശരി, അവിടെ നിൽക്കട്ടെ. അതുപോലെ BF6 AlF6 3- അലുമിനിയത്തിന് ഫോം ചെയ്യാൻ പറ്റും. അലുമിനിയം ഫോംസ് AlF6 3-. ബട്ട് ബോറോൺ ഈസ് അണേബിൾ ടു ഫോം BF6 3-. ബോറോൺ ഇത് ഫോം ചെയ്യാൻ പറ്റില്ല. ബോറോൺ BF3 ഒക്കെയാണ് ഫോം ചെയ്യുന്നത്. ബോറോൺ BF6 3- ഫോം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ഡ്യൂ ടു അനോമലസ് പ്രോപ്പർട്ടി. നോക്കൂ, ആ ഗ്രൂപ്പിലെ മറ്റുള്ളവരിൽ നിന്നും ബോറോൺ വ്യത്യാസം കാണിക്കുന്നു. അപ്പൊ നോക്കിക്കേ, അലുമിനിയം AlF6 3- ഫോം ചെയ്യുമ്പോൾ ബോറോൺ BF6 3- ഫോം ചെയ്യുന്നില്ല.
അതെന്തുകൊണ്ടാണ്? ആ കാരണം ഇതാണ്, ബോറോണിന് ഡി ഓർബിറ്റൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഡി ഉണ്ടെങ്കിലേ 6 പേരെ പിടിച്ചു വെക്കാൻ പറ്റൂ. നോക്കൂ, എസ് സബ്ഷെല്ലിനകത്ത് എസ് ഓർബിറ്റൽ, അതിൽ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പി സബ്ഷെൽ അവൈലബിൾ ആണെങ്കിൽ അതിൽ 3. അപ്പോ പി സബ്ഷെല്ലിനകത്ത് 3 പി ഓർബിറ്റൽസ്, അപ്പൊ 3 4 പേരെ വരെ പിടിച്ചു വെക്കാൻ പറ്റും. പക്ഷെ 6 പേരെ പിടിച്ചു വെക്കണമെങ്കിൽ ഡി സബ്ഷെല്ലിലൂടെ വേണം, ഡി ഓർബിറ്റിലൂടെ അവൈലബിൾ ആയിരിക്കണം. പക്ഷെ ബോറോണിൽ ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അതിന് 6 ഫ്ലൂറിനെ പിടിച്ചു വെച്ച് BF6 റിമൈൻസ് ആവാൻ പറ്റില്ല. അപ്പൊ അനോമലസ് പ്രോപ്പർട്ടീസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അലുമിനിയം AlF6 റിമൈനസ് ഫോം ചെയ്യും പോലെ ഡി ഓർബിറ്റൽ ഇല്ലാത്ത ബോറോണിന് 6 ഫ്ലൂറിനെ പിടിച്ചു വെച്ച് BF6 റിമൈനസ് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് അനോമലസ് പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ. ഡീറ്റെയിൽഡ് ആയ എക്സാമ്പിൾസ്, കുറച്ചധികം എക്സാമ്പിൾസ് കൂട്ടുക, ഡീറ്റെയിൽഡ് ആയ കുറേയേറെ എക്സാമ്പിൾസ് നിങ്ങൾ എസ് ബ്ലോക്കും പി ബ്ലോക്കും ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി പറഞ്ഞാൽ എസ് ബ്ലോക്കിൽ ഒത്തിരി അനോമലസ് പ്രോപ്പർട്ടീസ് കൂട്ടുകാർ പഠിക്കും. ശരി, അപ്പൊ എസും പിയും ബ്ലോക്കുകൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഡീപ്പായി പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആ ഗ്രൂപ്പിലെ മറ്റുള്ള എലമെന്റ്സിൽ നിന്ന് കാണിക്കുന്ന വ്യത്യാസം നമ്മൾ അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നു. അതിന് കാരണം സ്മാൾ സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോണേറ്റിവിറ്റി ആൻഡ് നോൺ അവൈലബിൾ ടു ഡി ഓർബിറ്റൽസ്. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കൂ. നമ്മളിപ്പോൾ അനോമലസ് പ്രോപ്പർട്ടി എന്നുള്ള ടോപ്പിക് പറഞ്ഞല്ലോ. ഇനി ഈ ലിഥിയവും ബെറിലിയവും, അപ്പൊ ലിഥിയവും ബെറിലിയവും ആ ഗ്രൂപ്പിലെ മറ്റ് എലമെന്റ്സിൽ നിന്ന് ചില പ്രോപ്പർട്ടീസിൽ വ്യത്യാസം കാണിക്കുന്നു. അതിനെയാണ് നമ്മൾ അനോമലസ് പ്രോപ്പർട്ടി എന്ന് റെഫർ ചെയ്യുന്നത്. എന്നാൽ ഈ ലിഥിയവും ബെറിലിയവും ഡയഗണലി കിടക്കുന്ന ചില എലമെന്റ്സുമായി ക്യാരക്ടേഴ്സിൽ സിമിലാരിറ്റി കാണിക്കാറുണ്ട്. നോക്കൂ, ലിഥിയം ഡയഗണലി കിടക്കുന്ന മഗ്നീഷ്യവുമായും ബെറിലിയം, ഡി ബ്ലോക്ക് നിങ്ങൾ മറന്നേക്കൂ, ബെറിലിയം കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്, അലുമിനിയവുമായും ക്യാരക്ടേഴ്സിൽ സിമിലാരിറ്റി കാണിക്കാറുണ്ട് അല്ലെ. അപ്പോ ലിഥിയം മഗ്നീഷ്യവുമായും ബെറിലിയം അലുമിനിയവുമായും ക്യാരക്ടേഴ്സിൽ സിമിലാരിറ്റി കാണിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു ലിഥിയവും ബെറിലിയവും അതാത് ഗ്രൂപ്പിലെ മറ്റു എലമെന്റ്സിൽ നിന്നും പ്രോപ്പർട്ടീസിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. എന്നാൽ ലിഥിയവും ബെറിലിയവും ഇങ്ങനെ ഡയഗണലി കിടക്കുന്ന എലമെന്റ്സുമായി, ലിഥിയം മഗ്നീഷ്യവുമായും ബെറിലിയം അലുമിനിയവുമായും ക്യാരക്ടേഴ്സിൽ സിമിലാരിറ്റി കാണിക്കുന്നു. ഇതിന് ഞാൻ റെഫർ ചെയ്യുന്ന പേര് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പോ എന്താ ഡയഗണൽ റിലേഷൻഷിപ്പ്? ലിഥിയവും ബെറിലിയവും ഡയഗണലി കിടക്കുന്ന എലമെന്റ്സുമായി ക്യാരക്ടേഴ്സിൽ കാണിക്കുന്ന സിമിലാരിറ്റി ഞാൻ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ശരി, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നോക്കാം. ഞാൻ ലിഥിയത്തിന്റെ കേസ് എടുത്താലേ നോക്കൂ, ലിഥിയത്തിൽ നിന്ന് തൊട്ട് താഴെയാണ് സോഡിയം. ഇപ്പൊ ലിഥിയത്തിന്റെ സൈസ് ഇത്രയുമാണെങ്കിൽ താഴേക്ക് വരുമ്പോ സൈസ് കൂടുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സോഡിയം എത്തുമ്പോ സൈസ് കൂടി, ക്ലിയർ. ഇനി റൈറ്റിലേക്ക് പോകുമ്പോ സൈസ് കുറയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ റൈറ്റിലേക്ക് പോയപ്പോ സൈസ് കുറഞ്ഞു, കാണുന്നുണ്ടല്ലോ. അപ്പൊ ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിൽ എത്തിയപ്പോ സൈസ് കൂടി, താഴേക്ക് വന്നപ്പോ സൈസ് കൂടി. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോ സൈസ് കുറയും. അപ്പൊ സോഡിയത്തിൽ നിന്ന് മഗ്നീഷ്യത്തിൽ എത്തിയപ്പോ സൈസ് കുറഞ്ഞു. ഫലത്തിൽ ലിഥിയവും മഗ്നീഷ്യവും സിമിലർ സൈസാ അല്ലെ. ലിഥിയത്തെക്കാൾ സൈസ് കൂടുതലാ സോഡിയം, സോഡിയത്തേക്കാൾ അല്പം കുറവാ മഗ്നീഷ്യം. അപ്പൊ ലിഥിയവും മഗ്നീഷ്യവും ഏകദേശം സിമിലർ സൈസ് ആയില്ലേ. താഴേക്ക് വരുമ്പോ സൈസ് കൂടും, ഫലത്തേക്ക് വരുമ്പോ സൈസ് കുറയും. അപ്പൊ ഇതിനേക്കാൾ സൈസ് കൂടുതൽ ഇത്, ഇതിനേക്കാൾ സൈസ് കുറവ് ഇത്. അപ്പൊ ഇവർക്കും ഇതിനേക്കാളും സൈസ് ഒരല്പം കുറവാണ്. അപ്പൊ ലിഥിയവും മഗ്നീഷ്യത്തിനും ഏകദേശം സിമിലർ സൈസ് ആയിരിക്കും. So, diagonal relationship is observed due to similarity in size. Okay? അപ്പോ ലിഥിയവും മഗ്നീഷ്യവുമായും ബെറിലിയം അലുമിനിയവുമായും ക്യാരക്ടേഴ്സിൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് ഡ്യൂ ടു സിമിലാരിറ്റി ഇൻ സൈസ്, ഓർ അവരുടെ ആറ്റോമിക് റേഡിയസ് ഏകദേശം സിമിലർ ആണ്. നിങ്ങൾ കുറെ എക്സാമ്പിൾ നോക്കിയാൽ ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും ഡെലിക്വസന്റ് ആണ്, വാട്ടർ അബ്സോർബിംഗ് കപ്പാസിറ്റി ഉണ്ട് ഈ ക്ലോറൈഡുകൾക്ക്. അതുപോലെ ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും എഥനോളിൽ സോലുബിൾ ആണ്. ദെൻ ബെറിലിയം ക്ലോറൈഡിനും അലുമിനിയം ക്ലോറൈഡിനുള്ള പ്രത്യേകത അവരുടെ ബ്രിഡ്ജിംഗ് സ്ട്രക്ചർ ആണ്. മറ്റുള്ള ക്ലോറൈഡുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ബെറിലിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ബ്രിഡ്ജിംഗ് സ്ട്രക്ചർ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഡീപ്പായി പിന്നീട് പി ബ്ലോക്കിൽ പഠിക്കാം. അതുപോലെ അലുമിനിയം ക്ലോറൈഡിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ആയിരിക്കും ലിഥിയം ക്ലോറൈഡിനും അലുമിനിയം ക്ലോറൈഡിനും. അപ്പൊ ഞാൻ പറഞ്ഞത് ക്യാരക്ടേഴ്സിൽ കാണിക്കുന്ന സിമിലാരിറ്റി വിളിക്കുന്ന പേര്, ഡയഗണലി കിടക്കുന്ന എലമെന്റ്സ് കാണിക്കുന്ന സിമിലാരിറ്റിയുടെ പേര് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് ഡ്യൂ ടു സിമിലാരിറ്റി ഇൻ സൈസ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും ഡെലിക്വസന്റ് ആണ്. ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും എഥനോളിൽ സോലുബിൾ ആണ്. ബെറിലിയത്തിന്റെയും അലുമിനിയത്തിന്റെയും സ്ട്രക്ചർ ബ്രിഡ്ജിംഗ് സ്ട്രക്ചർ ആണ്. ക്ലോറിൻ ബ്രിഡ്ജ് ക്ലോറൈഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്ന സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഡയഗണൽ റിലേഷൻഷിപ്പിന്റെ എക്സാമ്പിൾസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ള രണ്ടാമത്തെ ടെക്സ്റ്റിലെ ചാപ്റ്റർ പഠിക്കുമ്പോൾ പറയും. അപ്പോ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നുള്ള പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറയുക എന്താണ് ഓക്സൈഡ്സ് എന്നാണ്. നോക്കൂ, ഓക്സൈഡ്സ് ആർ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ വിത്ത് എനി അതർ എലമെന്റ്.
ഓക്സിജനും മറ്റേതെങ്കിലും ഒരു എലമെന്റുമായി ചേർന്നുണ്ടാക്കുന്ന ബൈനറി കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. സോ ഓക്സൈഡ്സ് ആർ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ വിത്ത് എനി അതർ എലമെന്റ്. അപ്പൊ ഓക്സിജൻ മറ്റേതെങ്കിലും ഒരു എലമെന്റുമായി ചേർന്നുണ്ടാക്കുന്ന ബൈനറി കോമ്പൗണ്ടുകളാണ് ഓക്സൈഡ്സ്. അപ്പൊ നമുക്ക് SO3 ഒരു ബൈനറി കോമ്പൗണ്ടാണ്. സൾഫറും ഓക്സിജനും മാത്രം ചേർന്നേ ഉണ്ടായിരിക്കും, 2 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ അതൊരു ഓക്സൈഡാണ്. അപ്പൊ H2SO4 ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞ ഓക്സൈഡാന്ന് പറഞ്ഞ് വരരുത്. അത് ബൈനറി കോമ്പൗണ്ട് അല്ല. ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ 3 എലമെന്റ്സ് ഉണ്ടല്ലേ. അപ്പൊ 2 എലമെന്റ്സ് ബൈനറി കോമ്പൗണ്ട്സ്. അപ്പൊ 2 പേരെ കാണാൻ പാടല്ലേ. സോ ഇങ്ങനെ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ വിത്ത് എനി അതർ എലമെന്റ്, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഓക്സൈഡ്സ്. അപ്പൊ കൂട്ടുകാരെ, ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ഓക്സിജനും മറ്റൊരു എലമെന്റുമായി ചേർന്നുണ്ടാക്കുന്ന കോമ്പൗണ്ടാണ്. ഓക്സൈഡ്സ് നമുക്ക് 4 തരമാണെന്ന് പറയാം. ദേ ആർ അസിഡിക് ഓക്സൈഡ്സ്, ബേസിക് ഓക്സൈഡ്സ്, ന്യൂട്രൽ ഓക്സൈഡ്സ്, ആംഫോട്ടറിക് ഓക്സൈഡ്സ്. ഫ്രണ്ട്സ്, അസിഡിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ജലത്തിൽ ലയിക്കുമ്പോൾ ഈ ഓക്സൈഡ് അസിഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിച്ച കാർബോണിക് ആസിഡിന്റെ തരത്തില്ലേ. SO2, SO3 ഇവരെല്ലാം സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിരുന്നവരല്ലേ, വെള്ളത്തിൽ ലയിച്ചാൽ. അപ്പൊ ഇങ്ങനെ ജലത്തിൽ ലയിക്കുമ്പോൾ അസിഡിക് സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ അസിഡിക് സൊല്യൂഷൻ ഉണ്ടാക്കുന്നവയാണ് അസിഡിക് ഓക്സൈഡ്സ്. അപ്പോ ബേസിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, Na2O പോലെ വെള്ളത്തിൽ ലയിക്കുന്ന സമയത്ത് ബേസിക് സ്വഭാവം കാണിക്കുന്നവരാണ് ബേസിക് ഓക്സൈഡ്സ്, CO പോലെ. എന്നാൽ നോക്കൂ, NOCO കണക്കുള്ള ചില ഓക്സൈഡുകൾ അസിഡിക്കോ ബേസിക്കോ സ്വഭാവം കാണിക്കുന്നവയല്ല. ദേ ആർ ന്യൂട്രൽ ഓക്സൈഡ്സ്. ഇനി ചില എലമെന്റ്സിന്റെ ഓക്സൈഡ്സ് ഉണ്ട്, Al2O3 പോലെ, AS2O3 പോലെയുള്ള ചില ഓക്സൈഡ്സ്. ദേ ആർ ആംഫോട്ടറിക് ഇൻ നേച്ചർ. അതായത് അവർ ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം 2 പ്രോപ്പർട്ടിയും കാണിക്കും, അസിഡിക് പ്രോപ്പർട്ടി, ബേസിക് പ്രോപ്പർട്ടിയും കാണിക്കും. അതുകൊണ്ടാണ് അവർ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞത്. അപ്പോ ഓക്സൈഡ്സിനെ നമ്മൾ 4 ആക്കി. അസിഡിക് സ്വഭാവം കാണിക്കുന്നവ, ജലത്തിൽ ലയിക്കുമ്പോൾ അസിഡിക് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന അസിഡിക് ഓക്സൈഡ്സ്, ബേസിക് സ്വഭാവം കാണിക്കുന്നവ ബേസിക് ഓക്സൈഡ്സ്, ന്യൂട്രൽ ആയിട്ടുള്ള ഓക്സൈഡ്സ് ഉണ്ട്. അതുപോലെ ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്നവ ആംഫോട്ടറിക് ഓക്സൈഡ്സ്. ജനറലി പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന മെറ്റൽസ് ആണ് മെറ്റാലിക് ഓക്സൈഡ്സ്. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന മെറ്റൽസിന്റെ ഓക്സൈഡ്സ് ബേസിക് ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന നോൺ മെറ്റൽസിന്റെ ഓക്സൈഡ്സ്, കണ്ടോ, കാർബൺ, സൾഫർ, ഇങ്ങനെ നോൺ മെറ്റൽസിന്റെ ഓക്സൈഡ്സ് അസിഡിക് ആയിരിക്കും. ദെൻ ചില മിഡിൽ എലമെന്റ്സ്, അലുമിനിയം, ആർസെനിക്, ഇങ്ങനെയുള്ള ചില മിഡിൽ എലമെന്റ്സിന്റെ ഓക്സൈഡ്സ് ആംഫോട്ടറിക് ആയിരിക്കും. സോ ഫ്രണ്ട്സ്, ദാറ്റ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഇത്രയും പോർഷൻസ് നന്നായി കണ്ടുപിടിക്കുക. സീ യു ആൾ. താങ്ക് യു.